ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ധരിക്കാൻ ഉപയോഗിക്കുന്ന നൈറ്റി നമുക്ക് സ്വന്തമായി വീട്ടിൽ നിന്ന് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ നൈറ്റിയിൽ നിന്ന് എങ്ങനെ അളവെടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇത്രയും അളവുകളാണ് നൈറ്റിയിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടത്. അളവെടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റിയെ നല്ല വശത്തേക്കാക്കിയിട്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ആദ്യം ഈ നൈറ്റിയിൽ നിന്ന് ടോട്ടൽ ലെങ്ത് എത്രയെന്ന് നോക്കാം. ടോട്ടൽ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡർ മുതൽ തായ്ഭാഗം വരെ ഒരു ടാപ്പ് വെച്ച് അളന്ന് നോക്കാം. 52 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും 1 ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ടോട്ടൽ 53.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഷോൾഡറിൻ്റെ അളവ് നോക്കാം. ഷോൾഡറിൻ്റെ അളവ് എടുക്കേണ്ടത് നൈറ്റിയുടെ ഈ കൈയിൻ്റെ ജോയിൻ ചെയ്ത ഭാഗം മുതൽ മറ്റേ കൈയിൻ്റെ ജോയിൻ ചെയ്ത ഭാഗം വരെയാണ്. 14 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അളവ് കിട്ടിയിരിക്കുന്നത്. തുണി 4 ലെയറായിട്ടാണ് നമ്മൾ നൈറ്റിക്ക് വേണ്ടി മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്, 7 ഇഞ്ച്. ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് ടോട്ടൽ 1.5 ഇഞ്ചാണ് ഷോൾഡർ. ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ എത്രയെന്ന് നോക്കാം. ഷോൾഡർ മുതൽ കൈക്കുഴിയുടെ ഈ ഭാഗം വരെയുള്ള അളവാണ് എടുക്കേണ്ടത്. 1.5 ഇഞ്ചാണ് ചെസ്റ്റ് ലൈൻ കിട്ടിയിട്ടുള്ളത്. ഇനി ചെസ്റ്റിൻ്റെ അളവ് എത്രയെന്ന് നോക്കാം. ഈ കൈക്കുഴി മുതൽ മറ്റേ കൈക്കുഴി വരെയുള്ള അളവാണ് എടുക്കേണ്ടത്. 21 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ 11.5 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ്. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ എത്രയെന്ന് നോക്കാം. ഈ കൈക്കുഴി മുതൽ നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം വരെയുള്ള അളവാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. 6 ഇഞ്ചാണ് വേസ്റ്റ് ലൈൻ കിട്ടിയിട്ടുള്ളത്. ഈ വേസ്റ്റ് ലൈനിലാണ് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത്. ഇനി വേസ്റ്റിൻ്റെ അളവ് എത്രയെന്ന് നോക്കാം. 2 സൈഡിൽ നിന്നും കൈക്കുഴിയിൽ നിന്ന് താഴേക്ക് 6 ഇഞ്ചിൽ നിന്നാണ് വേസ്റ്റിൻ്റെ അളവ് എടുക്കേണ്ടത്. 19 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പകുതിയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 9.5 ഇഞ്ച്. ഇതിൻ്റെ കൂടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ 10.5 ഇഞ്ച്. ഇനി നെക്ക് വിഡ്ത്ത് എത്രയെന്ന് നോക്കാം. നെക്ക് വിഡ്ത്ത് 6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പകുതി 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി നെക്ക് ഡെപ്ത് എത്രയെന്ന് നോക്കാം. ഫ്രണ്ട് നെക്ക് ഡെപ്ത് 5.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ബാക്ക് നെക്ക് ഡെപ്ത് 2.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും അളവുകളാണ് നൈറ്റിയുടെ ബോഡി പാർട്ടിൽ നിന്നും എടുക്കേണ്ടത്. ഇനി നൈറ്റിയുടെ സ്ലീവിൽ നിന്നുള്ള അളവുകൾ എടുക്കാം. ആദ്യം സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയെന്ന് നോക്കാം. സ്ലീവ് ജോയിൻ ചെയ്ത ഭാഗം മുതൽ തായ്ഭാഗം വരെയുള്ള അളവാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. 13 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. 1 ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും 1/2 ഇഞ്ച് സ്ലീവും ബോഡി പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ടോട്ടൽ 14.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. ഇനി സ്ലീവിൻ്റെ വിഡ്ത്താണ് എടുക്കേണ്ടത്. മുകളിൽ നിന്നുള്ള വീതിയും താഴെ നിന്നുള്ള വീതിയും എടുക്കണം. ആദ്യം കൈയിൻ്റെ മുകളിൽ നിന്നുള്ള വീതി എടുക്കാം. ഈ കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്ന വീതിയാണ് എടുക്കേണ്ടത്. കൈയിൻ്റെ മുകളിലെ വീതി 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. ടോട്ടൽ 9 ഇഞ്ച്. ഇനി കൈയിൻ്റെ താഴെയുള്ള വീതി നോക്കാം.
കൈയിൻ്റെ താഴെയുള്ള വീതി 5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. ടോട്ടൽ 6 ഇഞ്ച്. ഇനി ആം ഹോളിൻ്റെ അളവാണ് എടുക്കേണ്ടത്. കൈയുടെ ഈ ജോയിൻ്റ് വരുന്ന ഭാഗത്തുകൂടെ ടാപ്പ് ഇതുപോലെ വെച്ചിട്ടാണ് ആം ഹോളിൻ്റെ അളവ് എടുക്കേണ്ടത്. 9.5 ഇഞ്ചാണ് ആം ഹോൾ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 10.5 ഇഞ്ചാണ് ആം ഹോൾ കിട്ടിയിട്ടുള്ളത്. ഇത്രയും അളവുകളാണ് നമുക്കൊരു നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടത്. ഈ അളവ് ഉപയോഗിച്ച് നമുക്കൊരു നൈറ്റി എങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.